സംശയമില്ല. നിഷേധികൾക്ക് എത്ര പറഞ്ഞാലും സംശയം ഉണ്ടാവും. ഖുർആൻ എന്നാ പറഞ്ഞാൽ തന്നെ ഒരു സ്വീകരിക്കില്ല. ഖുർആനിലുണ്ടോ എന്ന് ഇക്കാരം പിന്നെ ചോദിക്കാം. എന്നാ പിന്നെ അവർ അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ പറഞ്ഞാലേ അംഗീകരിക്കുള്ളൂ എന്നുള്ളതാ പിന്നെ വാശിയത്ത്. അപ്പൊ അതുകൊണ്ടൊന്നും കാര്യമില്ല. നമുക്ക് ബോധ്യപ്പെടുന്ന ചരിത്രം മനസ്സിലാക്കിയിട്ട് പഠിക്കട്ടെ. ഹിജറ 1040 ജനിച്ചിട്ടുള്ള മഹാൻ, സ്വന്തം പിതാവ് സുലൈമാനുൽ ഖാഹിരി, അദ്ദേഹം കീഴക്കരയാണ് സദഖത്തുല്ലാഹിൽ ഖാഹിരി അവരുടെ മഖ്ബറ. കീഴക്കര ഏർവാടിന്റെ അടുത്ത് കീഴക്കര എന്ന് പറഞ്ഞിട്ട് മറപ്പെട്ടവരാണ്. കീഴക്കരയിലുള്ള മഹാനരുടെ മാതാവിനെ സുലൈമാനുൽ ഖാഹിരി എന്നവർ കല്യാണം കഴിക്കുന്നത് തന്നെ ആ പെണ്ണിനെ തനിക്ക് വേണം എന്നും 5 വലിയ നക്ഷത്രങ്ങൾ ആ പെണ്ണിൽ നിന്ന് ജനിക്കാനിരിക്കുന്നുവെന്നും യഥാർത്ഥത്തിലുള്ള കശ്ഫിന്റെ വിവരം കിട്ടുകയും ആ കശ്ഫിന്റെ വിവരം ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹിൽ ഖാഹിരിയുടെ മാതാവിന്റെ ബാപ്പായെ അറിയിച്ചുകൊണ്ടുമാണ് ആ ബാപ്പായുടെ മകളെ സുലൈമാനുൽ ഖാഹിരി എന്നവർ കല്യാണം കഴിക്കുന്നത് എന്നോർക്കുമ്പോഴേ ഇവരാരാകുന്നുവെന്നും ഇവരെ കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചത് എന്താകുന്നു എന്ന് നമുക്ക് തിരിയുകയുള്ളൂ. ആ 5 നക്ഷത്രങ്ങളിൽ ഒരാളാണ് ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങളവർകൾ. അതേപോലെ തന്നെ തന്നിൽ നിന്നു തന്നെ ഇൽമു പഠിച്ച് തന്റെ ശിഷ്യനായി വാഴ്ത്തപ്പെടുന്ന അപ്പോലെ ഒരു വലിയ നക്ഷത്രമായി പറയപ്പെടുന്നവരാണ് സ്വലാഹുദ്ദീൻ അൽ ഖാഹിരി. യഖൂലു മൻ ബി സ്വലാഹുദ്ദീൻ ഖദ് ഉസിമ അബൂഹു ബിസ്മി ബിനി ദാവൂദി ഫസവസമാൻ. നമ്മൾ കൊണ്ടു നടക്കേണ്ട ആചാരങ്ങളെക്കുറിച്ചും നമ്മുടെ മര്യാദകളെക്കുറിച്ചും നമ്മുടെ വീട് അടിച്ചു കയറുന്ന കാര്യങ്ങൾ, നമ്മൾ ചെരുപ്പ് ധരിക്കേണ്ടത്, നമ്മൾ വസ്ത്രം ഉടുക്കേണ്ടത്, ശരീരത്തിലെ വസ്ത്രങ്ങൾ കീറിയാൽ അത് തുന്നേണ്ടത്, ഇത്തരം കാര്യങ്ങളൊക്കെ അതിന്റെ മര്യാദ പ്രകാരം പഠിപ്പിക്കുന്ന ഒരു കവിതയാണ് സ്വലാഹുദ്ദീൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന കവിത. ആ സ്വലാഹുദ്ദീൻ എന്ന് പറയുന്ന ആ കവിതയിൽ പറയപ്പെട്ട ആ കവിതയുടെ രചയിതാവ് തന്നെ യഖൂലു മൻ ബി സ്വലാഹുദ്ദീൻ ഖദ് ഉസിമ, സ്വലാഹുദ്ദീൻ എന്നതുകൊണ്ട് പേര് പറയപ്പെടുകയും പ്രസിദ്ധി ആർജിക്കുകയും ചെയ്തിട്ടുള്ള ആൾ പറയുന്നു, അബൂഹു ബിസ്മി ബിനി ദാവൂദിൻ, ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ മകൻ സുലൈമാൻ നബിയെ പേരാണ് ഇദ്ദേഹത്തിന്റെ പിതാവിന്. അപ്പൊ സുലൈമാനുൽ ഖാഹിരിയുടെ മകനായ സ്വലാഹുദ്ദീൻ ഖാഹിരിയാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ അദ്ദേഹം സദഖത്തുല്ലാഹിൽ ഖാഹിരിയുടെ അനുജ സഹോദരനാണ്, ശിഷ്യനുമാണ്. അങ്ങനെ 5 വലിയ മഹാപണ്ഡിതന്മാർ ഇദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ഇദ്ദേഹത്തിന്റെ സുലൈമാൻ എന്ന പിതാവിൽ ജനിച്ചു. ആ സദഖത്തുല്ലാഹിൽ ഖാഹിരിയാണ് ഇത് ഏറ്റവും അധികം വാഴ്ത്തപ്പെടുന്ന മഹാൻ, എത്രയോ അധികം വാഴ്ത്തപ്പെടുന്ന മഹാൻ. അദ്ദേഹമാണ് ഇതിന്റെ രചയിതാവ്. ചിന്നനൈന ലബ്ബൈ ആലിം സാഹിബ്, ഇതാണ് അദ്ദേഹത്തിന്റെ പ്രധാന ഗുരു. ചിന്നനൈന എന്ന് പറയുമ്പോൾ തന്നെ കേട്ടില്ല നിങ്ങൾ, ആ തമിഴ്നാട്ടിലെ ആളുകളെ പേരാണ് അതൊക്കെ. ചിന്നനൈന ആലിം, അവരുടെ കബറൊക്കെ ഇപ്പോഴും അവിടെ ഉണ്ട്. കീഴക്കരയിലൊരു മഹാനാണ്. ആ ചിന്നനൈന ലബ്ബൈ ആലിം സാഹിബാണ് അദ്ദേഹത്തിന്റെ പ്രധാന ഗുരു. അവരിൽ നിന്ന് പഠിക്കുകയാണ് കീഴക്കര. അങ്ങനെയാണ് കീഴക്കരയിൽ മാതാവിന്റെ നാട്ടിൽ തന്നെ അദ്ദേഹം താമസമാകുന്നത്. അവിടെ താമസിച്ചിട്ട് മക്കയിൽ വീണ്ടും 2 വർഷം പോയി മക്കയിലെ ആരിഫീങ്ങളും ഔലിയാക്കളുമായി ബന്ധപ്പെട്ട് മക്കയിൽ ജീവിക്കുകയും മദീനത്ത് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്ത ആ മഹത്വവും കൂടി നേടിയ ശേഷമാണ് മഹാനവറുകൾ ജനങ്ങളെ നയിക്കുന്ന വീഥിയിലേക്ക് കടന്നു വന്നതും ആത്മീയ രംഗത്തേക്കും ഇൽമിനെ പഠിപ്പിക്കുന്ന രംഗത്തേക്കും പ്രവേശിച്ചതും എന്നോർക്കണം. അങ്ങനെയുള്ളൊരു മഹാനാണ് ഇതിന്റെ കർത്താവ്. നിരവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിനുണ്ട്, വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ തന്നെ. നമ്മുടെ ബൈലാവിക്ക് അദ്ദേഹത്തിനൊരു ഹാഷിയുണ്ട്, തഫ്സീറുൽ ബൈലാവിക്ക്. അതുപോലെ ഇമാം സുയൂത്തിയുടെ പ്രസിദ്ധമായ തഫ്സീർ ഗ്രന്ഥം അദ്ദുറുൽ മൻസൂർ, അതിന് ബഹുമാനപ്പെട്ടവർക്കൊരു ഹാഷിയുണ്ട്. ഹാഷിയത്തു തിബ്ബുൽ അസ്റഖ് എന്ന പേരിൽ ഒരു ഹാഷിയുണ്ട്. സാധാരണ ചെറുപ്പക്കാർ നഹ്വു പഠിക്കുമ്പോ സർഫ് പഠിക്കുമ്പോ ആമുഖമായി ഓതുന്ന ഏറ്റവും പ്രസിദ്ധമായ കിതാബാണ് സഞ്ചാൻ. സഞ്ചാൻ എന്ന് പറയുമ്പോൾ തന്നെ സഞ്ചാൻ ഓതുമ്പോ തഞ്ചാറെടുക്കാന്നൊരു വെപ്പ് സാധാരണ മൂല്യന്മാർ ഓതാൻ പോകുന്ന കാലത്ത് പറയും. അങ്ങനെ തഞ്ചാറെടുക്കുന്ന കുട്ടികൾക്ക് ചൊറു പിടിക്കുന്ന കിതാബ് ആ സഞ്ചാൻ. ആ സഞ്ചാനുമായി ബന്ധപ്പെട്ട് തഖ്തീഫുൽ ജാനി ഇലാ തസ്രീഫിസ് സഞ്ചാനി എന്ന പേരിൽ അദ്ദേഹത്തിന് ഭാഷാപരമായിട്ടുള്ള ഗ്രന്ഥമുണ്ട്. ഇങ്ങനെ അനേകം ഗ്രന്ഥങ്ങളുടെ ഉടമയാണ് അദ്ദേഹം. പണ്ഡിതനാന്നറിയിക്കുന്നതിനും ഗഹനമായ അദ്ദേഹത്തിന്റെ അറിവും ഭാഷയിലും തഫ്സീറിലും ദീനിയ ഉലൂമുകളിലും ഒക്കെ വ്യാപകമായിരുന്നു എന്നറിയിക്കുന്നതിനുമാണ് ചിലത് ഞാൻ സാമ്പിളിന് പറയുന്നത്. അക്കൂട്ടത്തിൽ അദ്ദേഹം ഏറ്റവും പ്രസിദ്ധനാകുന്നത് മഹാനരുടെ പ്രവാചക പ്രകീർത്തനങ്ങൾ കൊണ്ട് തന്നെയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ രചനകൾ
ആശിഖുർ റസൂൽ, മാദിഹുർ റസൂൽ എന്ന് അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ച് പറഞ്ഞാൽ അപ്പൊ തന്നെ പെട്ടെന്ന് ഓടിയെത്തുക നമ്മുടെ ഭാഷയിൽ പരിചയമുള്ളവർക്ക് ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങൾ അവർകളാണ്. സ്വന്തമായ രചനകൾ, അതോടൊപ്പം സ്വഹാബികൾ അടക്കമുള്ളവർ രചിച്ചിട്ടുള്ളതിന് അദ്ദേഹം നൽകുന്ന, അദ്ദേഹത്തിന്റെ വകയിൽ നൽകുന്ന രസകരമായ അദ്ദേഹത്തിന്റെ രചനകൾ. പ്രത്യേകമായൊരു വകുപ്പ് ആ കൂട്ടത്തിലുണ്ട്, തഹ്മീസ് എന്ന് വെച്ചാൽ ഈരടികളായിരിക്കും അധിക ഷെയറുകളും. 2 മിസ്റായ 2 അടികൾ കൂട്ടിയിട്ടുള്ള ഒന്നായിരിക്കും മിക്കവാറും നമ്മുടെ അറബി പദ്യങ്ങളും. ആലാ മുഹമ്മദുൻ ഹുവ ഇബ്നു മാലികി അഹ്മദു റബ്ബില്ലാഹ ഖൈറ മാലികി. ഇങ്ങനെ 2 മിസ്റായകൾ കൂടി ചേർത്താണ് ഒരു കവിത വരിക. അങ്ങനെയുള്ള 2 എണ്ണത്തിന് ഇതുപോലത്തെ ഒരു 3 കൂടി ചേർത്ത് കൊടുത്തുകൊണ്ട് 5 ആക്കുന്ന ഇടപാടാണ് തഹ്മീസ്. ഇതിന് അതിവലിയ കഴിവ് വേണം, ചെറുതുണ്ടായ പോലെ. സ്വന്തം ഒരു സ്വതന്ത്ര രചനയേക്കാൾ വലിയ കഴിവ് വേണം ഇങ്ങനെ ഒരാൾ തഹ്മീസ് ചെയ്യണമെങ്കിൽ എന്നാണ് നമ്മുടെ നിരീക്ഷണം. കാരണം 2 വരിയിൽ ഒരാൾ ഉണ്ടാക്കിയ രചനയെ അതേ ആശയങ്ങൾ ചോരാതെ അതേ രൂപത്തിലേക്കും അതേ കവിതയുടെ ശൈലിയിലേക്കും അതേ ശീലിലേക്കും അതേ ഒഴുക്കിലേക്കും തന്നെ ഒരാൾ കൊണ്ടുവരണമെങ്കിൽ കവിതാരചനാ രംഗത്ത് അദ്ദേഹത്തിന് വലിയ സിദ്ധി വേണം, വൈജ്ഞാനികമായും അദ്ദേഹത്തിന് വലിയ നിലപാട്. അങ്ങനെയുള്ളവർക്കേ കഴിയും. അദ്ദേഹം മഹാനായ അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ പ്രകീർത്തനം തുടങ്ങുന്നത് ചരിത്രത്തിൽ നമ്മൾക്ക് ലഭ്യമായ വിവരങ്ങൾ വെച്ചാൽ ചില്ലി കവിതകൾ കൊണ്ട് സ്വഹാബികൾ പലപ്പോഴും അഷ്റഫുൽ ഖൽഖ് തങ്ങളെ പ്രകീർത്തിച്ചിട്ടുണ്ടെങ്കിലും ഒരു രചന കൊണ്ട് അള്ളാഹുവിന്റെ ഹബീബായ നബിയെ പ്രത്യേകമായി പ്രകീർത്തിച്ചിട്ടുള്ളത് കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു തങ്ങളവർകളാണ്. സാഹിത്യം എന്ന ലെവലിൽ അറിയപ്പെട്ട ഒരു പ്രവാചക പ്രകീർത്തന കാവ്യം സ്വഹാബത്തിന്റെ കാലത്തുണ്ടെങ്കിൽ അത് കഅബ് ഇബ്നു സുഹൈർ എന്നവരുടെ കവിതയാണ്. ബാനത്ത് സുആദു ഫഖൽബിൽ യൗമ മത്ബൂലു മുതയ്യമുൻ നിസ്റഹാ ലം യുഫ്ദ മഖ്ബൂലു എന്ന് തുടങ്ങുന്ന അദ്ദേഹത്തിന്റെ കവിത തന്റെ പിതൃവ്യന്റെ മകൾ സുആദ് എന്ന പെണ്ണിനെ വർണ്ണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നതെങ്കിലും ആ വർണ്ണനയുടെ പാരമ്യത്തിലെത്തുമ്പോ, ക്ലൈമാക്സിലെത്തുമ്പോ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്നു. ഇന്നർ റസൂല ലസൈഫുൻ യുസ്തദാഉ ബിഹി മുഹന്നദുൻ മിൻ സുയൂഫില്ലാഹി മസ്ലൂലു എന്ന് അല്ലാഹുവിനെ കുറിച്ച് അദ്ദേഹം, അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് അദ്ദേഹം പ്രകീർത്തിച്ച കാവ്യം എത്ര ചർവണം ചെയ്യപ്പെട്ടതാണ്. വളരെ അർത്ഥവത്തായ വാക്ക്. ഇന്ത്യയിൽ നിർമ്മിക്കപ്പെട്ട ഒരു വാള് എന്ന് അള്ളാഹുവിന്റെ ഹബീബിനെ കഅബ് ഇബ്നു സുഹൈർ അവിടെ കിടന്നുകൊണ്ട് പറയുമ്പോ, മദീനത്ത് വെച്ച് നബിയെ വർണ്ണിക്കുമ്പോ ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുള്ള വാളുമായുള്ള അദ്ദേഹത്തിന്റെ പരിചയവും ആ വാളിന്റെ സ്വഭാവത്തെക്കുറിച്ചും മൂർച്ചയെക്കുറിച്ചും പ്രകാശത്തെക്കുറിച്ചുമുള്ള അദ്ദേഹത്തിന്റെ ഭാവനാവിലാസവും കവികൾക്കിടയിൽ ചർച്ചാ വിഷയമായിട്ടുണ്ട്. അങ്ങനെയുള്ള മഹാൻ അദ്ദേഹത്തിന്റെ കവിതയുടെ ആ ക്ലൈമാക്സിലെത്തിയ സമയത്ത് അള്ളാഹുവിന്റെ റസൂലിലെ സഹൃദയൻ എന്ന ആ നിലപാട് ഉണരുകയും സഹൃദയത്വം ഉണർന്ന നബി എന്തിദ്ദേഹത്തിന് സമ്മാനം കൊടുക്കണമെന്ന് നോക്കിയിട്ട് കാണാഞ്ഞിട്ട് ആകെ തങ്ങളുടെ ശരീരത്തിൽ പുതച്ചിരുന്ന ഒരു പുതപ്പ് അള്ളാഹുവിന്റെ ഹബീബ് ശരീരത്തിൽ നിന്നെടുത്തിട്ട് വലിച്ചെറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത കഥ ചരിത്രപ്രസിദ്ധമാണ്, അനുഷേദ്യമായ ചരിത്രമാണ്. ഇതാരും നിഷേധിക്കില്ല. വഹാബികളുടെ കേന്ദ്രത്തിലും അവർ ബാനത്ത് സുആദ് പഠിപ്പിക്കുമ്പോൾ, കഅബ് ഇബ്നു സുഹൈറിനെ പഠിപ്പിക്കുമ്പോൾ ഈ ചരിത്രം പഠിപ്പിക്കാതിരിക്കാറില്ല. അവർ തന്നെ രചിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളിലും ഈ ചരിത്രം വിവരിച്ചിട്ടുണ്ട്. അപ്പൊ ബാനത്ത് സുആദ് എന്ന ആ കവിത അള്ളാന്റെ റസൂലിനെ വർണ്ണിച്ച കവിത, റസൂലുള്ള പ്രോത്സാഹിപ്പിച്ച കവിത. അതിലെ സാഹിത്യ സമ്പുഷ്ടിയാണ്. അറബ് വംശത്തിൽ ഏറ്റവും വലിയ സാഹിത്യകാരനും സാഹിത്യ വിവരങ്ങൾ അറിയുന്നവനും ഞാനാണ്. വാദ് മൊഴിയുന്ന ആളുകൾ അറബികൾ, ആ അറബികൾ ഏറ്റവും വലിയ വാഗ്വിലാസക്കാരൻ ഞാനാണ് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞ ആ അഫ്സഹായ നിബിതങ്ങൾ കഅബ് ഇബ്നു സുഹൈറിന്റെ സാഹിത്യത്തെ അംഗീകരിച്ചുകൊണ്ട് സമ്മാനം കൊടുത്തു തന്റെ പുതപ്പെങ്കിൽ, ആ പുതപ്പാട് പിന്നെ ഖുലഫാ റാഷിദുകൾ ബർക്കത്തിന് വേണ്ടിയിട്ട് സദസ്സിൽ വരുമ്പോ ശരീരത്തിൽ ചുറ്റിയുകയും അവരുടെ മേൽവസ്ത്രങ്ങൾക്ക് മുതുക്കി പുതപ്പിച്ചിരുന്നത് എന്നും ബഹുമാനപ്പെട്ട ഇമാം സുയൂത്ത് റളിയല്ലാഹു അൻഹു തന്റെ താരീഖുൽ ഖുലഫയിൽ വിവരിക്കുന്നുണ്ട്. ആ പുതപ്പ് സമ്മാനമായി കൊടുത്ത അള്ളാഹുവിന്റെ ഹബീബിന്റെ മാദിഹാണ് കഅബ് ഇബ്നു സുഹൈർ. ഇതിനെയാണ് അദ്ദേഹം തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞ ബാനത്ത് സുആദിന്റെ തുടക്കം ഞാനിത് അറിയുന്നത് ഇദ്ദേഹത്തിന്റെ പാണ്ഡിത്യവും കഴിവും പുതുതലമുറക്ക് ചിലപ്പോൾ അറിയൂല. പുതുതലമുറയിൽപ്പെട്ട ചെറുപ്പക്കാരാണ് ഇത് പ്രത്യേകം ഓർക്കേണ്ടത്. മുതഅല്ലിമുകളായാലും സാധാരണക്കാരായാലും പുതുതലമുറ ഓർക്കണം, ഇങ്ങനെയുള്ള ഒരു മഹാൻ ഉണ്ടാക്കിയതാന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് ശിർക്ക് ബിദ്അത്ത് എന്നൊക്കെ പറഞ്ഞാൽ അത് എത്ര തരംതാണ ആരോപണമാണ്.
ശിർക്ക് എന്ന് പറഞ്ഞാൽ നരകത്തിൽ ശാശ്വതമായി കടക്കാൻ അവകാശം നേടുന്ന ഏറ്റവും വലിയ കുറ്റല്ലേ. അത് സദഖത്തുല്ലാഹിൽ താഹിരി ഉണ്ടാക്കിയ കവിത ചൊല്ലിയാലോ മഹാനരുമായി ബന്ധപ്പെട്ട് രചിച്ചിട്ടുള്ളതോ അവർ രചിച്ചിട്ടുള്ള സാഹിത്യം ഓതിയാലോ ഒക്കെ വരും എന്ന് പറഞ്ഞാൽ എന്താ അത് ആരോപണത്തിന്റെ ഒരു പോറ്? ഏറ്റവും വഷളൻ ആരോപണമാണ്. അങ്ങ് മനസ്സിലാക്കാൻ വേണ്ടിയാ പറയുന്നത്. قلبي على حب من يهواه مجبور بين هواه بحبل الفوز محبور بانت سعاد فقلب اليوم مطبور متيم نثرها لم يهد مقبول. ഇങ്ങനെ അങ്ങ് പോവുകയാണ് ഈരടികൾ മുഴുക്കയും. ഈ രണ്ടടികൾക്ക് സമം 3 അടികൾ അതിന്റെ മുൻപ് വെച്ചു കൊടുത്തുകൊണ്ട് 5 വാക്യങ്ങളാക്കിയിട്ട് ഇദ്ദേഹത്തിന്റെ കവിതകളെ അതേ ആശയത്തോട് യോജിപ്പിച്ചു കൊണ്ടുവരാൻ വൈജ്ഞാനികമായുള്ള അദ്ദേഹത്തിന്റെ നിലവാരം എത്ര ഉയരണം, സാഹിത്യപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ സിദ്ധി എത്ര വളരണം, ഭാവനാപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ കഴിവുകൾ എത്ര ഉയരണം, ഇത് ചിന്തിക്കുമ്പോഴേ ഒരു ബോധ്യം വരുള്ളൂ. അങ്ങനെയുള്ള ആ മഹാൻ, ഞാനതിന്റെ അർത്ഥം പറയല്ല, ഓരോന്നും ഇമാം ബൂസിരി രചിച്ചിട്ടുള്ള നമ്മുടെ സാധാരണ വാതുകളുടെ തലക്കലൊക്കെ ചൊല്ലി വരുന്ന ബുർദ നമ്മൾ വിളിക്കുന്ന കവിത, ആ ബുർദ, അതിനു മുൻപ് മഹാനക്ക് തഹ്മീസ് അമിൻ തദക്കുരി ജീറാനിൻ ബിദി സലമി മസജ്ത ദംഅൻ ജറാമിൻ മുഖലത്തിൻ ബിദമീൻ അതിന്റെ തുടക്കം. അദ്ദേഹം ഇതിന്റെ തഹ്മീസ് 3 വരി കൂട്ടിച്ചേർത്തുകൊണ്ട് നടത്തുന്നത് നോക്കൂ. യാ ബാഖിയല്ലിന വൽ അഹ്ബാബി ദാ അലമി وصار شوقك بين الخلق ذا علم كلي وإنك في أمن وفي سلم أمن تذكر جيران بذي سلم مزجت دمعا جرى من مقلة بدمي. എന്താ ക്ലിയർ? ഇതെല്ലാം എല്ലാ വരിയും ഇങ്ങനെ വരും എന്ന് വിചാരിക്കണ്ട. എല്ലാ വരിയും ഇങ്ങനെ വരൂല. ബീസലമി എന്ന് പറയുന്ന വരിക്ക് അതേ രീതിയിൽ തന്നെ അതേ പദത്തിൽ അവസാനിക്കുന്ന മീമു കൊണ്ട് അതേ വാക്യത്തിൽ അലമ് അലമ് സലമ്. എന്താ രസം! ഈ രീതിയിലുള്ള വാക്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വേണം ഇത് രചിക്കാൻ. അങ്ങനെയുള്ള തഹ്മീസുകൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് എത്രയോ കാണാം. വളരെ പ്രസിദ്ധമായ റസൂലുള്ളാഹി തങ്ങളുടെ പ്രകീർത്തന കാവ്യമാണ് അൽ വിത്രിയ. വിത്രിയ എന്ന കാവ്യം പണ്ടുകാലത്ത് ഞങ്ങളുടെ നാടുകളിലൊക്കെ തറാവീഹ് നമസ്കാരം കഴിഞ്ഞാൽ, പഴയ പള്ളികളിൽ തറാവീഹ് നിസ്കാരം കഴിഞ്ഞാൽ റസൂലുള്ളാഹിനെ പ്രകീർത്തിച്ചുകൊണ്ട് ചൊല്ലപ്പെടുന്ന നബി മദ്ഹിന്റെ കീർത്തന കാവ്യമാണ് പ്രകീർത്തന കാവ്യം. ഇതിലെന്താന്നല്ല, 1 അലിഫ് ഹംസ, 2ാമത്തത് ബാ, 3ാമത്തത് താ, ഇങ്ങനെ അലിഫ് ബാ താ സാ തുടങ്ങിയിട്ടുള്ള നമ്മുടെ അറബി അക്ഷരമാലയിലെ ഓരോ അക്ഷരങ്ങളെ കൊണ്ട് അവസാനിക്കുന്ന രീതിയിൽ അള്ളാന്റെ റസൂലിനെ വർണ്ണിച്ചിരിക്കുകയാണ്. ഇതിൽ അദ്ദേഹത്തെ 5 വരിയാക്കി തഹ്മീസ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഇതിനും ടിപ്പണി ഉണ്ടാക്കുന്നു. അത് എത്ര വേണം? 29 അക്ഷരങ്ങളല്ലേ? 29 അക്ഷരം അല്ലെങ്കിൽ 28 അക്ഷരം. ഈ 29 അക്ഷരം 28 അക്ഷരം എന്ന കണക്കിനാണ് ഇത് കൂട്ടുന്നത്. 29 അക്ഷരം എന്ന കണക്കിന് 29 അക്ഷരം. ലാമലിഫ് കൂടി കൂട്ടിയാല്, ലാലിഫ് എന്ന് പറയുന്ന അലിഫും കൂടി കൂട്ടിയാല് 28 അക്ഷരം. ഈ 29 അക്ഷരം, ഈ 29 അക്ഷരത്തിനും ഇത്ര കവിത വേണം. 21 കവിതയാണ് അതിന്റെ രചയിതാവ് ഉണ്ടാക്കിയത്. രചയിതാവ് മഹാനാണ്. മുഹമ്മദ് ബിൻ അബീ ബക്കർ അൽ ബഗ്ദാദി എന്ന് പറയുന്ന ഒരു വലിയ മഹാനാണ് അൽ വിത്രിയ എന്ന പ്രവാചക പ്രകീർത്തന കാവ്യം ഉണ്ടാക്കിയത്. ആ ബഗ്ദാദി ഉണ്ടാക്കിയ കാവ്യത്തിലെ 21 വരികളുള്ള ബൈത്തുകളാണ് അദ്ദേഹം ഉണ്ടാക്കിയത്. മഹാൻ അതിലൊരു 8 കൂട്ടി കൊടുത്തിട്ട് 29 ആക്കുന്നു. എന്താ രസം! 29 അക്ഷരങ്ങളല്ലേ അറബി അക്ഷരമാല. അപ്പൊ ഓരോ അക്ഷരത്തിനും 29 വരി ആയിക്കോട്ടെ. ഈ 29 വരിക്കും പിന്നെ 3 വരികൾ കൂട്ടിച്ചേർത്ത് കൊടുത്തുകൊണ്ട് തഹ്മീസ് ചെയ്യുന്നു. അതിന്റെ തുടക്കം അലിഫുമായിട്ട് ബന്ധപ്പെട്ട ഭാഗം ഉസ്വല്ലി സ്വലാത്തൻ തംലഉൽ അർള വസ്സമാ അലാ മൻ ലഹു വഇലൽ ഉലമു തബവഉ. അങ്ങനെ ഊന്നറിഞ്ഞു പോകും 29 വരി. ഇതിന്റെ വരിക്കാ തലക്ക മൂപ്പർ തുടങ്ങുന്നത് ഖദ്ദീമു ബിസ്മില്ലാഹി ജല്ല വഖസ്സമ ഉഹംദിലു ഹംദൻ ബിദ്ദവാമി മുവസ്സമ أسلم تسليما كثيرا قياسا ما أصلي صلاة تملأ الأرض والسماء على من له وعلى العلام تبوأ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ടുള്ളതാണ് ഈ കവിതയും. ആ പ്രകീർത്തനത്തിന്റെ കവിതക്കും അദ്ദേഹത്തിന് കാണാം തഹ്മീസ്.
പരലോകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരലോകത്തെക്കുറിച്ച് പറയുന്നത് ഖുറുൽ മആദ് എന്ന ഒരു നല്ല കവിതയുണ്ട്. അതിനുമുണ്ട് അദ്ദേഹത്തിന് തഹ്മീസ്. അങ്ങനെ അല്ലാഹുവിന്റെ ഹബീബിനെ പ്രകീർത്തിക്കുന്നതായി അറിയപ്പെട്ട കാവ്യങ്ങൾക്കത്രയും ടിപ്പണികൾ കൂട്ടിച്ചേർത്തുകൊണ്ടും വരികൾ കൂട്ടിച്ചേർത്തുകൊണ്ടും ആലങ്കാരികമായി അന്നറിയപ്പെട്ട സാഹിത്യ ശാഖയിലെ രചനകൾ നടത്തിക്കൊണ്ടും അള്ളാഹുവിന്റെ ഹബീബിനെ പ്രകീർത്തിക്കുക, നബിതങ്ങളെ പുകഴ്ത്തുക, നബിതങ്ങളുടെ അപദാനങ്ങൾ വാഴ്ത്തുക എന്നത് തന്നെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഒരു കൈമുതലായി കാത്തുസൂക്ഷിച്ചു വരുന്ന ആശിഖുർ റസൂൽ, മാദിഹുർ റസൂൽ, മുഹിബ്ബുർ റസൂൽ, അല്ലാഹുവിന്റെ ഹബീബിന്റെ ഇഷ്ടദായകനാണ്, ഇഷ്ടഗായകനാണ്, ഇഷ്ടപ്രേമ കാവ്യമുള്ള വലിയ കവിയാണ് മഹാനായ സദഖത്തുല്ലാഹിൽ ളാഹിരി. അദ്ദേഹം ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹയ്യദ്ദീൻ ഷെയ്ഖ് തങ്ങൾ അവറുകളെ പ്രകീർത്തിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള വരികളാണ് പിന്നെ കുതുബിയത്ത് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. കുതുബിയത്ത് അതല്ല നമ്മളെ ചർച്ച. ഈ വരികൾ നമ്മൾ ഓരോന്നും എടുത്ത് ചർച്ച ചെയ്യേണ്ട. നമ്മളെ മുഹയ്യദ്ദീൻ മാലയിൽ പറഞ്ഞ കാര്യങ്ങൾക്കപ്പുറം ഈ വരികളിലൊന്നുമില്ല. മുഹയ്യദ്ദീൻ മാല എന്ന് നമ്മളിപ്പോ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട്. മുഹയ്യദ്ദീൻ മാലയിലെ വരികൾ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ആ വരികളിൽ പറഞ്ഞതിനപ്പുറം ഒരു കഥയും കുതുബിയത്തിൽ പറഞ്ഞിട്ടുള്ള. മുഹയ്യദ്ദീൻ മാലയിൽ എന്തുണ്ടോ അത് തന്നെയാണ് കുതുബിയത്തിലുള്ളത്. അതിന്റെ ഒക്കെ അവലംബങ്ങൾ ഒരേ തരം കിതാബുകളാണ് അർത്ഥം. അപ്പൊ ഷെയ്ഖ് തങ്ങൾ അവർകളെ മുഹയ്യദ്ദീൻ മാലയിൽ വർണ്ണിച്ചിട്ടുള്ള അതേ വർണ്ണനകൾ കൊണ്ട് അറബിയിൽ വർണ്ണിച്ചിട്ടുള്ള ഒരു ഖസീദയാണ് കുതുബിയത്ത് എന്ന് പറയുന്നത്. ഈ കുതുബിയത്ത് എന്നത് കുതുബുൽ അഖ്താബ് തങ്ങൾ അവർകളെ അവർ വർണ്ണിച്ചതാണ്. ഇതിന്റെ രചനയ്ക്ക് പിന്നിൽ പ്രേരകമായിട്ട് വരുന്ന ഒരു കഥ പറയപ്പെടാറുണ്ട്. എത്രത്തോളം വിശ്വസനീയമാണ് എന്ന് പരിശോധനയിൽ തെളിഞ്ഞിട്ടില്ല. മഹാനവറുകൾ ബഗ്ദാദിൽ പോയിട്ട് അദ്ദേഹം ബഗ്ദാദിൽ പോയി ഷെയ്ഖ് തങ്ങൾ അവറുകളെ സന്ദർശിക്കാൻ കഴിയാതെ തിരിച്ചു വരേണ്ടി വന്ന അദ്ദേഹം നാട്ടിൽ വന്നിട്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖ് തങ്ങൾ അവറുകളെ സ്വപ്നം കാണുകയാണ്. സ്വപ്നം എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പൊ ബേജാറുണ്ട്. ഇപ്പൊ സ്വപ്നത്തിന്റെ കലാണ്. ഏത് ഭ്രാന്തനും സ്വപ്നം കാണുന്നു. എല്ലാരും സ്വപ്നങ്ങളുടെ കാലം അത്. അല്ലെ തന്നെ ചെറുപ്പക്കാർക്കൊക്കെ സ്വപ്നം. നമ്മുടെ രാഷ്ട്രപതി പ്രസംഗിച്ച് കിടക്കുന്ന തന്നെ ചെറുപ്പക്കാരൊക്കെ സ്വപ്നം കാണണം. എല്ലാ കുട്ടികളും സ്വപ്നം കാണണോ? ഇത് കേട്ടിട്ടാണ് തോന്നുന്നത് എല്ലാ ഭ്രാന്തന്മാരും സ്വപ്നം കാണാൻ പറയും. പക്ഷെ അയാൾ സ്വപ്നം കാണണമെന്ന ആ ലക്ഷ്യത്തെക്കുറിച്ച് നല്ല സ്വപ്നം വേണം എന്നാണ് അയാൾ പറയുന്നത്. നമ്മളെ ജീവിതത്തെക്കുറിച്ച് നല്ല സ്വപ്നം വേണം. ഇപ്പം കാണുന്നവരൊക്കെ കാണുക റസൂലുള്ളാഹിനെ പറഞ്ഞാൽ ചെയ്യാ. തങ്ങളെ കിരാ കാണുന്നു, അപ്പുറം കാണുന്നു. ഒരു കാര്യം എന്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം. റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടു എന്നതുകൊണ്ട് ആ ആള് വലിയ ആളാവില്ല. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട. റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടു എന്ന് കരുതിയിട്ട് ആ സ്വപ്നം കണ്ട ആളും വലുതല്ല. സ്വപ്നത്തിൽ ആരെങ്കിലും തങ്ങളെടുത്ത് നിൽക്കുന്നുണ്ട് എന്ന് കണ്ട അയാളും വലുതാവില്ല. ഇതൊന്നും ആദ്യം പഠിക്കണം. ഇത് നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ രക്ഷയ്ക്ക് ആവശ്യമാണ്. കഴിഞ്ഞ ലക്ക നുസ്രത്ത് റസൂലുള്ളാഹി തങ്ങളുടെ അപദാനങ്ങൾ വാഴ്ത്തിക്കൊണ്ടുള്ള നബിദിന പതിപ്പായിരുന്നു. ഈ കഴിഞ്ഞല്ല അതിന്റെ മുമ്പത്തെ ലക്ക റബീഉൽ അവ്വലിന്റെ ലക്കം. ആ റബീഉൽ അവ്വലിന്റെ ലക്കത്തിലെ ചോദ്യോത്തരത്തിൽ കാണാം അള്ളാഹുവിന്റെ റസൂലിനെ സ്വപ്നം കാണുക സ്വാലിഹ്യങ്ങൾക്ക് മാത്രമുള്ളതാണോ എന്ന്. അല്ല, ഫാസിഖീങ്ങളും നബിതങ്ങളെ സ്വപ്നം കാണും എന്ന്. ഈ തർക്കം വിവാദമൊക്കെ ഉണ്ടാണ് എന്റെ മുമ്പ് പറയുന്നത്. ഇത് നബിദിന പതിപ്പിൽ കാണാം അള്ളാഹുവിന്റെ റസൂലിനെ ദുർനടപ്പുകാരും ഫാസിഖീങ്ങളും സ്വപ്നം കാണും എന്ന്. കാണാം. അബൂജഹലിന് കാണാം റസൂലുള്ളാഹിന്റെ സ്വപ്നം. അബൂജഹൽ തന്നെ അള്ളാഹിന്റെ റസൂൽ അബൂജഹലിനോട് വന്നിട്ട് അബൂജഹൽ കണ്ടാ പിന്നെ നബിനെ കണ്ടാ നബി തന്നെയാണ്. കാരണം അബൂജഹൽ നബിനെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ കണ്ടവർ നബിയുടെ രൂപത്തിൽ വന്നാൽ അബൂജഹൽ ശരിക്കും നബിനെ അറിയുന്ന ആളായതുകൊണ്ട് അബൂജഹൽ നബിനെ കണ്ട ശരിയായ നബിനെന്നും അല്ലെ നബിയെന്ന് മനസ്സിലാക്കാം. അത് നബി പറഞ്ഞിട്ടുണ്ട്. എന്നെ ഒരുത്തൻ സ്വപ്നത്തിൽ കണ്ടാൽ അവൻ എന്നെ കണ്ടവനാണ്, ഹക്കായി തന്നെ, സ്വപ്നത്തിലായിട്ട് മോശമല്ല. അത് നമ്മക്ക് ബാധകല്ല. നമ്മൾ ആരും നബിനെ കണ്ടിട്ടില്ലല്ലോ. കാരണം നമ്മൾ അള്ളാന്റെ റസൂല് എങ്ങനെയാന്ന് അറിയൂല. വായിച്ച വിവരം മാത്രമേ നമുക്കുള്ളൂ. തങ്ങളുടെ രൂപം നമ്മളെ മനസ്സിലില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തങ്ങളെ കണ്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. തങ്ങളെ കണ്ടു നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. തങ്ങളുടെ രൂപം നമ്മൾ കണ്ടിട്ടില്ലല്ലോ. തങ്ങൾക്കൊരു ഫോട്ടോ അല്ല, അതുമില്ലല്ലോ. ആരെയും വർഷിച്ചിട്ടുള്ള ഫോട്ടോ ഇല്ല. പണ്ട് ഏതോ അഹ്ലി കിതാബുകൾ എടുത്തിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ പറയുന്നുണ്ട്. അഹ്ലി കിതാബുകൾ ശേഖരിച്ചു വരുന്ന അമ്പിയാക്കന്മാരിൽ നിന്ന് പതിഞ്ഞു കിട്ടിയെന്തോ. അത് ചിലപ്പോ അമ്പിയാക്കന്മാര് കൊണ്ടുവന്നിട്ടുള്ള ഏതെങ്കിലും ലിഖിതമായ അള്ളാഹുവിനാൽ നൽകപ്പെട്ടിരിക്കുന്ന രേഖകളാകാം. പക്ഷെ നമ്മളെ ഉമ്മത്ത് നബിനെ കണ്ടിട്ടില്ലല്ലോ, ഈ കാണുന്ന 10 ഉമ്മത്ത്. അപ്പൊ അതുകൊണ്ട് തന്നെ തങ്ങളെ ഇന്ന് നമ്മൾ കാണുന്ന അർത്ഥത്തിൽ കണ്ടാൽ തന്നെ തങ്ങളെ കണ്ടെന്ന് ഉറപ്പിക്കാൻ പറ്റൂല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതായത് പിശാചിന് വന്ന് പറയാം ഞാൻ നബിയാണ്,
നബിന്റെ രൂപം സ്വീകരിക്കാൻ പിശാചിന് കഴിയില്ല. ഏത് രൂപം? സാക്ഷാൽ രൂപം. പക്ഷെ നബിന്റെ സാക്ഷാൽ രൂപം നമ്മൾ കണ്ടിട്ടില്ലല്ലോ, ഇല്ല. അപ്പൊ പിന്നെ നമ്മൾ കാണുന്ന രൂപം പ്രാപിക്കാൻ പിശാചിന് പറ്റും. കാണാത്ത പൊട്ടന്മാരെ പറ്റിക്കാൻ പിശാച് നല്ലോണം മെനക്കെടും. അതിൽ സ്വപ്നത്തിന് നല്ല മാർക്കറ്റുള്ള കാലം വരുമ്പോ പിശാച് പിന്നെ അതന്നെ എടുക്കുക. അല്ലെ തന്നെ ജനങ്ങളുടെ ഇടയിൽ മാർക്കറ്റ് ഏതാ, ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഏതാന്നൊക്കെ നല്ലോണം തിരിയുന്ന ആളായി പിശാച് തന്നെ ഈ ചോദനം എന്നറിയുന്നത് നല്ലോണ്ട്. അത് ഡിമാൻഡ് എന്തിനാന്ന് നല്ലോണം പിശാച് നോക്കും. ആ ഡിമാൻഡ് നോക്കിയിട്ട് സാമ്പത്തികം ഉണ്ടാക്കാൻ പിശാച് നോക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ ഡിമാൻഡ് നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് പിശാച് ഇപ്പം നല്ലൊരു സ്വപ്നത്തിന്റെ കാലാന്ന് മനസ്സിലാക്കിയ സ്വപ്നത്തിന് ഇങ്ങനെ വരും, ഞാൻ നബിയ അങ്ങനെ എങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് നബിയാന്ന് കണ്ടോൻ നബിനെ ഉറപ്പിക്കാൻ പാടില്ല. പിന്നെ രണ്ടാമത്തെ ഒന്ന്, കണ്ടോന് അബൂജഹല് കാണാം. അബൂജഹലിനോട് ഇപ്പൊ നബി പറയാ, നിന്നെ ഞാൻ ഭക്ഷണമാക്കും എന്ന് അള്ളാഹുവിന്റെ റസൂല് അറബിൽ അബൂജഹലിനോട് പറഞ്ഞിട്ട് അബൂജഹൽ ഇങ്ങനെ കണ്ടൂടെ? കാണാ. നബിനെ കണ്ടതുകൊണ്ട് അബൂജഹൽ മല്ലാളാവോ? ആവൂല. അപ്പൊ ഏറ്റവും മോശപ്പെട്ട കാഫിറും നബിനെ കാണാം, നബിന്റെ യഥാർത്ഥ രൂപത്തിൽ തന്നെ. അതുകൊണ്ടായിട്ട് ആളെ നല്ല ഓർക്കാൻ പറ്റില്ല. പിന്നെ നബി പ്രത്യക്ഷപ്പെട്ടിട്ട് നബിനെ കണ്ടുറപ്പിച്ചാൽ നീ സ്വർഗത്തിലാണെന്നോ നല്ല കാര്യമാണെന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ പുലർന്നാൽ മനസ്സിലാക്കാം. നമുക്കും മനസ്സിലാക്കാം പറഞ്ഞ കാര്യങ്ങൾ പുലർന്നൊക്കെ വരുമ്പോ ഏതാണ്ടൊക്കെ അങ്ങനെ ആയിരിക്കും എന്ന് കിതാബിലൊക്കെ പറഞ്ഞ വസ്തുവൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഊഹിക്കാം. അതിലപ്പുറമൊന്നും പാടില്ല. അപ്പൊ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട് സ്വപ്നം പറയുന്ന ഈ കാലത്ത് ഞാൻ ഈ സ്വപ്നകഥ പറഞ്ഞാല് ആദ്യം ഇസ്ലാമിന്റെ നില പറയാം, അത് തെളിവല്ല, വിശ്വാസികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയുന്നതാണിത്. ഈ കവിത അദ്ദേഹം രചിച്ചത് എങ്ങനെയായാലും സദഖത്തുല്ലാഹിൽ ഖാഹിരി എന്ന ഒരാളെ തന്നെ നിഷേധിച്ചാലും ഒരാൾ കാഫിറാവൂല, സദഖത്തുല്ലാഹിൽ ഖാഹിരിനെ നിഷേധിച്ചാൽ. അപ്പൊ അതുകൊണ്ട് തന്നെ മൂപ്പര് സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞ് നിഷേധിച്ചാലും ഒന്നും ആവൂല. അപ്പൊ നിഷേധിക്കുന്നവർക്ക് നിഷേധിക്കാൻ ഞാൻ എതിർ ലക്ഷ്യമായി പറയുകയല്ല, വിശ്വാസികൾക്ക് മനസ്സിലാക്കാൻ പറയുകയാണ്. കുത്തുബ് തങ്ങളെ മാത്രം അദ്ദേഹം എന്തുകൊണ്ട് മദ്ഹ് ചെയ്തു? ബഗ്ദാദിൽ പോയിട്ട് സിയാറത്തിന് സാധിക്കാതെ തിരിച്ചു വന്നപ്പോ മഹാനായ കുത്തുബ് തങ്ങൾ അവറുകൾ, ബഹുമാനപ്പെട്ടവർ തന്റെ വീട്ടിൽ പ്രത്യക്ഷപ്പെടുകയാണ്, താൻ കാണുകയാണ്. നിങ്ങൾ അള്ളാന്റെ റസൂലിനെ മദ്ഹ് ചെയ്തിട്ട് എത്ര കവിതകളാ ചൊല്ലിയത്, അതിൽ വളരെ ആകൃഷ്ടനാണ് ഞാൻ നബി തങ്ങളെ മദ്ഹ് ചെയ്തിട്ടുള്ള അങ്ങയുടെ കവിതയിൽ. എന്നെക്കുറിച്ചും 2 വരി നിങ്ങളൊന്ന് എഴുതി ഉണ്ടാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, എന്നെ നിങ്ങളൊന്ന് പ്രകീർത്തിച്ചില്ലല്ലോ എന്ന് സങ്കടം പറഞ്ഞപ്പോഴാണ് അദ്ദേഹം കുതുബിയത്ത് എന്ന കവിത ഉണ്ടാക്കിയത് എന്ന് ചരിത്രകാരന്മാർ ഉദ്ധരിക്കുന്നു. ചിലപ്പോൾ മഹാനർ പറഞ്ഞിട്ട് പരമ്പരാഗതമായി വന്നതാകാം, വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം, ഇതിവിടെ ഹുജ്ജത്തായി പറയുകയല്ല. അങ്ങനെ വന്നാൽ കുതുബിയത്ത് എന്ന കവിത ശൈഖ് തങ്ങൾ അവറുകൾ അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ട് സ്വപ്നത്തിലോ കശ്ഫിലോ ഏതെങ്കിലും നിലയിൽ നിർദ്ദേശം നൽകിയപ്പോ ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ രചിക്കപ്പെട്ടതാണെന്ന് കൂടി വന്നാൽ ഏറ്റവും ബലപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാം. ആശയപരമായി കുത്തുബിയത്തിന് ആർക്കും എതിർക്കാൻ കഴിയില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുഹിയുദ്ദീൻ മാലയിൽ പറഞ്ഞ ആശയങ്ങളെ ഇതിലുള്ളൂ. ആ ആശയങ്ങളൊക്കെ സത്യസമ്പൂർണമാണെന്നും അവലംബങ്ങളുള്ളതാണെന്നും കിതാബുകളിലുള്ളതാണെന്നും പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുള്ളതാണെന്നും മുഹിയുദ്ദീൻ മാലയിൽ പറഞ്ഞ ആ കിതാബുകളിലൊക്കെ അതുണ്ടെന്നും വ്യക്തമായി നമ്മൾ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കുതുബിയത്ത് എന്ന് പറയുന്നതും അദ്ദേഹം രചിച്ച ഈ കവിത മഹാനായ സദഖത്തുല്ലാഹിൽ ഖാഹിരി ആരാണെന്ന് ചിന്തിച്ചാൽ പിന്നെ അത് ശിർക്കാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സദഖത്തുല്ലാഹിൽ ഖാഹിരിക്ക് തൗഹീദും ശിർക്കും തിരിഞ്ഞിട്ടില്ല എന്നല്ലേ? അത് ബിദ്അത്താണ്, അനാചാരമാണ് എന്ന് പറഞ്ഞാൽ, കെട്ടി ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹിൽ ഖാഹിരി നുണ കെട്ടി ഉണ്ടാക്കിയിട്ട് കുത്തുബ് തങ്ങൾ അവരുടെ പേരിൽ പ്രചരിപ്പിച്ച ആളാണ് എന്നല്ലേ പറയുന്നതിനർത്ഥം? അങ്ങനെയൊക്കെ ആരോപിക്കാൻ കഴിയുന്നവർക്കും അങ്ങനെയൊക്കെ ഏതെങ്കിലും തരത്തിൽ മനസ്സിന്റെ അകത്ത് ധൈര്യം എന്നൊക്കെ തോന്നണമെന്നുണ്ടെങ്കിൽ അവർക്ക് പറയാം. പക്ഷേ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം സദഖത്തുല്ലാഹിൽ ഖാഹിരിയെ വർണ്ണിച്ച് അദ്ദേഹത്തെ കുറിച്ച് വിവരിച്ച് മനസ്സിലാക്കുന്ന ഒരാൾക്കും ഇത് വിശ്വസിക്കാൻ പറ്റില്ല. അദ്ദേഹം രചിച്ചിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കിയാൽ തന്നെ ബഹുമാനപ്പെട്ട കുതുബിയത്ത് എന്ന ആ കവിതയുടെ ഉള്ളടക്കത്തിന്റെ വസ്തുതാപരമായിട്ടുള്ള അതിന്റെ പ്രാമാണികതയും അതിന്റെ ഗഹനമായ നിലപാടും അത് ഇസ്ലാമിക മാനത്തിൽ ന്യായമാണോ ശരിയാണോ എന്നും മനസ്സിലാക്കാം. അതിന്റെ അംഗീകരണമാണ് മഹാനവറുകളുടെ വഫാത്തിനു ശേഷം ഇന്നും നിർലോഭം മുസ്ലിം തലമുറകളിൽ. സാധാരണ അങ്ങനല്ല. സാധാരണ ഒരു തമിഴ്നാട്ടിലുള്ള ഒരു പണ്ഡിതനുണ്ടാക്കിയത് നമ്മളെ നാട്ടിലേക്ക് മലബാറിലേക്കൊന്നും അങ്ങനെ പ്രചരിക്കാറില്ല.
ഇതങ്ങനെയല്ല. തമിഴ്നാട്ടിൽ ജനിച്ച് തമിഴ്നാട്ടിൽ മറവിട്ട് കിടക്കുന്ന തമിഴ്നാട്ടുകാരനായ ഒരു കായൽപട്ടണക്കാരനായ ഒരു മഹാൻ, അദ്ദേഹത്തിന്റെ ഈ കവിത എല്ലാ നാടുകളിലും മുസ്ലിമീങ്ങൾ താമസിക്കുന്ന ഈ പരിസര പ്രദേശങ്ങൾ, അതായത് കായൽപട്ടണം, അക്ബർ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് വെളിച്ചവും ഹുദായും നേരും ഇസ്ലാമും വന്നിട്ട് അത് സ്വീകരിച്ചു പോരുന്ന മിക്ക നാടുകളിലും കുതുബിയത്ത് എന്നത് പ്രചാരത്തിൽ വരുന്നു, ഇന്നും നിർവഹിച്ചു വരുന്നു എന്നത് തന്നെ അതിന്റെ സർവ്വ സ്വീകാര്യതക്കും അത് രചിക്കുന്ന സമയത്തുള്ള അദ്ദേഹത്തിന്റെ നല്ല കരുത്തിനും നല്ല നെയ്യത്തിനും പ്രധാനപ്പെട്ട തെളിവാക്കി വിശ്വാസികൾക്ക് കണക്കിലെടുക്കാം. അങ്ങനെയാണ് കുതുബിയത്ത് നമ്മുടെ നാട്ടിൽ വരുന്നത്. ആ കുതുബിയത്ത് ഹിജറ 1112 1040 ജനിച്ച അദ്ദേഹം 1112 കീഴക്കരയിൽ അദ്ദേഹത്തിന്റെ മാതാവിന്റെ നാട്ടിൽ അദ്ദേഹം ദർസൊക്കെ നടത്തിയിരുന്നതായ അതേ പ്രദേശമാണത്. ആ പ്രദേശത്താണ് അദ്ദേഹം വഫാത്തായത്. അവിടെ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഖബറും. ആ ഖബറിൽ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട രീതിയിൽ സിയാറത്ത് ചെയ്യപ്പെടുന്ന കേന്ദ്രമായിട്ട് അദ്ദേഹത്തിന് ശേഷങ്ങൾ നടന്നു വരുന്നു. ഇദ്ദേഹത്തിന്റെ ഏറ്റവും പ്രഗത്ഭനും വർണ്ണിക്കപ്പെടുന്നതുമായ പുത്രനാണ്, ഒരു പുത്രൻ തന്നെ ഉള്ളൂ. ആ പുത്രനാണ് ഇന്നും നമ്മുടെ പള്ളി ദർസുകളിൽ ഓതുന്ന പ്രചാരപ്പെട്ട മീസാന്, അജ്നാസു സുഗ്റ, അജ്നാസുൽ കുബറ എന്നീ കിതാബുകളൊക്കെ രചിച്ചത്. നമ്മൾ പള്ളി ദർസിൽ ചെല്ലുമ്പോൾ നഹ്വും സർഫും പഠിക്കണതിന്റെ ആമുഖമായി ഭാഷാപരമായ വിജ്ഞാനങ്ങൾ നേടുന്നതിന്റെ ആമുഖമായി നമ്മൾ ഓതുന്നത് മീസാനാണ്. കുറെ നൂറ്റാണ്ടുകൾ